നമസ്കാരം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിൽ ഒന്നായ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കേരളത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ തട്ടിപ്പാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുവരുന്നത്. 54 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതിനെ തുടർന്ന് വിശ്വാസികളും വലിയ ഞെട്ടലിലാണ്. 2015 മുതൽ 2025 വരെയുള്ള ഒരു ദശാബ്ദകാലം നീണ്ടുനിന്ന തട്ടിപ്പാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത്. ശുദ്ധമായ പട്ട് എന്ന പേരിൽ ക്ഷേത്രത്തിലേക്ക് വാങ്ങിയ തുണിത്തരങ്ങൾ വെറും വില കുറഞ്ഞ പോളിസ്റ്റർ തുണിത്തരങ്ങളാണ് എന്നും വ്യക്തമായിട്ടുണ്ട്. ക്ഷേത്ര ആചാരങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഈ സിൽക്ക് ദുപ്പട്ടകൾ. കരാറുകാരനാണ് 54 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ടെൻഡറിൽ പറഞ്ഞിട്ടുള്ള ശുദ്ധമായ പട്ടിന്റെ ദുപ്പട്ടയ്ക്ക് പകരം വില കുറഞ്ഞ പോളിസ്റ്റർ കലർന്ന ദുപ്പട്ടകളാണ് ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്തിരുന്നത്. ക്ഷേത്രത്തിന്റെ ചുമതല വഹിക്കുന്ന ട്രസ്റ്റായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് ചെയർമാൻ BR നായിഡുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവന്നത്. 10 വർഷത്തിനിടയിൽ നടന്ന തട്ടിപ്പിലൂടെ ക്ഷേത്ര ട്രസ്റ്റിന് 54 കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വെറും 350 രൂപ വില വരുന്ന ഒരു ഷാളിന് 1300 രൂപയ്ക്കാണ് കരാറുകാരൻ വിൽപ്പന നടത്തിയത്. മൊത്തം 54 കോടിയിലേറെ രൂപയാണ് ഇയാൾ പറ്റിച്ചെടുത്തതെന്നാണ് BR നായിഡു വ്യക്തമാക്കിയത്. ആന്ധ്രാപ്രദേശിലെ കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിശ്വാസികളും ആശങ്കയിലാണ്. അഴിമതി നടന്നുവെന്ന സംശയത്തെ തുടർന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്കായി സെൻട്രൽ സിൽക്ക് ബോർഡിന് കീഴിലുള്ള 2 ലബോറട്ടറികളിലേക്ക് ഈ ദുപ്പട്ടകൾ അയച്ചിരിക്കുകയാണ്. 2 പതിറ്റാണ്ടുകളിലും ഈ തുണി പോളിസ്റ്റർ ആണെന്ന് സ്ഥിരീകരിച്ചു. 2 പരിശോധനകളിലും ഈ തുണി പോളിസ്റ്റർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായത്. അഴിമതി നടന്നുവെന്ന സംശയത്തെ തുടർന്ന് യഥാർത്ഥ സിൽക്ക് ഉത്പന്നങ്ങളുടെ ആധികാരികത ഉറപ്പിക്കാൻ സഹായിക്കുന്ന സിൽക്ക് ഹോളോഗ്രാം ഈ ദുപ്പട്ടകളിൽ ഇല്ല എന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഈ കാലയളവിൽ ക്ഷേത്രത്തിലേക്കുള്ള തുണി വിതരണത്തിന്റെ ഭൂരിഭാഗവും നടത്തിയത് ഒരൊറ്റ സ്ഥാപനവും അതിന്റെ സഹോദര സ്ഥാപനങ്ങളുമാണ്. വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് TDD ട്രസ്റ്റ് ബോർഡ് വ്യാജ പട്ട് വിതരണം ചെയ്തിരുന്ന സ്ഥാപനങ്ങളുമായുള്ള എല്ലാ ടെൻഡറുകളും റദ്ദാക്കിയിട്ടുണ്ട്. തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കാൻ സംസ്ഥാന അഴിമതി വിരുദ്ധ ബ്യൂറോയ്ക്ക് കൈമാറുമെന്നും ബോർഡ് ചെയർമാൻ അറിയിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി വിതരണം ചെയ്യുന്ന പവിത്രമായ തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്ന നെയ്യ് ചേർത്തിട്ടുള്ളതായി കണ്ടെത്തിയത്. ഇതുകൂടാതെ മോഷണം ഉൾപ്പെടെ നിരവധി അഴിമതികൾ അടുത്ത കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. വിശ്വാസികൾ ക്ഷേത്രത്തിന് സംഭാവന ചെയ്ത പണവും മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തി. വിവാദങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ അഴിമതിയും പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.